നമ്മുടെ രക്ഷയിൽ പരിശുദ്ധാത്മാവാം ദൈവത്തിനുള്ള പങ്ക്. 4 ഭാഗം. നമുക്ക് അവകാശത്തിൻ്റെ അച്ചാരമായി സ്വയം നൽകി. ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരെല്ലാവരും പെന്തിക്കോസ്ത് നാൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടികാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ച് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:1-5 വരെ. വിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിന് വേണ്ടി നാം മുദ്രകുത്തി വേർതിരിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമുക്കും നൽകപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ ദാനമാണ്. അത് നാം വിശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്. നിത്യജീവൻ്റെ പൂർണ്ണത നാം പ്രാപിക്കുവാൻ ഉള്ളതിൻ്റെ ഉറപ്പാണ് അഡ്വാൻസായി ലഭിച്ച ഈ പരിശുദ്ധാത്മ അഭിഷേകം. അച്ചാരം എന്ന സാങ്കേതിക പദം ഗഡുവായി ലഭിച്ച ഈ പരിശുദ്ധാത്മ അഭിഷേകം കൂടാതെ ബാക്കി മുഴുവനും പിന്നീട് നിത്യജീവനായി നൽകുമെന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയാണിത്. പരിശുദ്ധാത്മാവിൽ നമുക്കുണ്ടാകുന്ന ആനന്ദാനുഭൂതി വരുവാനിരിക്കുന്ന പരമാനന്ദത്തിൻ്റെ മുൻകുറിയും അച്ചാരവും തന്നെ. 1 കൊരിന്ത്യർ 3:16-ലും 6:19 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരം വിശുദ്ധിയോടെ കാത്തുസൂക്ഷിച്ച് വരുവാനിരിക്കുന്ന പരമാനന്ദത്തിന് യോഗ്യരായിത്തീരുവാൻ നമ്മുടെ നടപ്പിൽ വിശ്വസ്തരാകാം. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ.